പുതിയതായിട്ട് റീസെൻ്റായിട്ട് ഞാനൊരു കസ്റ്റമർ, ഇറ്റ്സ് എ വെരി വെൽ നോൺ കസ്റ്റമർ. ഹീ ഈസ് ബേസ്ഡ് ഔട്ട് ഓഫ് ഔട്ട്സൈഡ് യൂറോപ്പ് ബേസിക്കലി, ബട്ട് അങ്ങൊരു കേരളത്തിൽ ഹി വാണ്ട്സ് ടു ഹാവ് എ ബ്യൂട്ടിഫുൾ ഹൗസ് ഇൻ കേരള. അപ്പോൾ അങ്ങൊരു വന്നു. ആൻഡ് ഐ ടോൾഡ് യു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഓർക്കുന്നു, ഒരു 2 months ബിഫോർ. ആ കസ്റ്റമർ വന്നു. ആ കസ്റ്റമർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കുറേ നിങ്ങൾ ചെയ്ത വർക്കുകൾ അയച്ചു തരാൻ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ വർക്കുകൾ അയച്ചു തരാമെന്ന് പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്, ഒരുപാട് വർക്കുകൾ നമുക്ക് കൊണ്ടുപോയി കാണിക്കാം. പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരു വർക്കിന്, നിങ്ങൾ വീടുണ്ടാക്കുമ്പോൾ നിങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ആ എക്സ്പെക്റ്റേഷനിലുള്ള വീട് വരണമെങ്കിൽ നിങ്ങൾ മറ്റുള്ള വീടുകൾ കണ്ടു കഴിഞ്ഞാൽ വരില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഞങ്ങളോട് പറയണം, നമ്മളോട് ഇരുന്ന് സംസാരിക്കണം, എന്തൊക്കെയാണ് നിങ്ങളുടെ വിഷ് ലിസ്റ്റ്. പക്ഷേ ഇതിലൊരു വിഷയം എന്താണെന്ന് പറയുക, ഒരുപാട് കസ്റ്റമേഴ്സിന് ഈ ഒരു കറക്റ്റായിട്ട് ഉള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഹരി ചോദിച്ചത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, എനിക്ക് നല്ലൊരു വീട് വേണം, ആ വീടിന് എന്തൊക്കെ വേണം എന്നുള്ളതിൻ്റെ മനസ്സിലുണ്ടാവും. കറക്റ്റ്. വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ടാവും നമുക്കത് കണ്ടാലാവും ഇന്ന രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടുത്തണം, ഈ ഒരു സ്പോട്ട് എൻ്റെ വീട്ടിലുണ്ടാവണം. പക്ഷേ ഒരു ആർക്കിടെക്റ്റിനോടോ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനറോടോ ഇവർക്ക് ഇതിനെ കുറിച്ചിട്ടുള്ളൊരു കോൺവെർസേഷനിൽ ഇത് കറക്റ്റായിട്ട് പിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതിലാണ് നമ്മൾ ജയിച്ചത്. അവിടെയാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു പോയിന്റ് വരുന്നത്. നമ്മൾ അവരായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഫസ്റ്റ് സംസാരം ഒരുപാട് പ്രാവശ്യം ഇരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ അവരെ ഡിസൈൻ തന്നെ നമ്മൾ തീർച്ചയായിട്ടും. അപ്പോൾ അവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, അവരുടെ ആശയങ്ങൾ, അവരുടെ മനസ്സിലെ ഇഷ്ടങ്ങൾ, അവരുടെ ബെഡ്റൂം, അതായത് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ട് എൻഡ് ഓഫ് ആ ഒരു പാർട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ നാളെ സന്ധ്യ പോയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ കസ്റ്റമറുടെ അടുത്ത് പോയൊരു കാര്യം, നമ്മുടെ ഡയറക്ടർ നമ്മളൊരു ഡിസ്കഷൻ ഉണ്ടായത് എനിക്ക് ഓർമ്മ വരികയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുണ്ട്, പക്ഷെ എങ്ങനെ പറഞ്ഞു തരുമെന്ന് അറിയില്ല. അത് ആ ഒരു ഇതാണ് ഞാനിപ്പോൾ ഞങ്ങൾക്ക് ഇത് വേണം 100 കാര്യങ്ങളുണ്ട്, പക്ഷെ ഞങ്ങളത് എങ്ങനെ പറഞ്ഞു തരുമെന്ന് അറിയില്ല. ദെൻ അപ്പോൾ അവർ ദെൻ ഷീ സ്റ്റാർട്ടഡ് ഡ്രോയിങ് വാട്ട് ഷീ വാണ്ട്സ്, വാട്ട് ദ കസ്റ്റമർ വാണ്ട്സ്. ഒരെണ്ണം വരച്ചു, ഇങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് വേറൊരു പോർഷൻ വരച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. സോ അങ്ങനെ അത് ആ കോമ്പിനേഷൻ വന്ന് ഫൈനലി അതാ നോക്കുമ്പോൾ ഇത് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് എന്ന് പറയണു. സോ ഇവിടെയാണ് നമ്മൾ കസ്റ്റമറുടെ നീഡ്സ് മനസ്സിലാക്കിക്കൊണ്ട് അത് ഡിസൈൻ ചെയ്തിട്ട് അത് അവസാനം അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ ഉണ്ടാവും. ദാറ്റ് സാറ്റിസ്ഫാക്ഷൻസ് മേക്സ് us lot of difference compared to the other customers. ഇപ്പോൾ ഗൾഫിൽ നിന്ന് സംസാരിച്ച് അവരുടെ ഫാമിലി മൊത്തം ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് സംസാരിച്ച് നമ്മളോട് അതിനെക്കുറിച്ച് ഒരു ഡയറക്റ്റ് ഇപ്പോൾ നമ്മൾ 3D കൊടുത്ത റീസെൻ്റ് അതായിട്ടുള്ള ഓർമ്മയില്ലേ, അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ കേട്ടിരുന്നു. ഒന്നും നമ്മൾ അതിനൊന്നൊരു മറുപടി അവർ പറഞ്ഞത് മുഴുവൻ കേട്ടു. ഞങ്ങൾ ഒരു 2D തരാമെന്നാണ് പറഞ്ഞത്. ആ 2D കൊടുത്തു, അവർ നേരെ അത് 3D വേണമെന്ന് പറഞ്ഞു. പേയ്മെൻറ്റ് അവർ ചെയ്തു, 3Dയും കൊടുത്തു. 100% സാറ്റിസ്ഫൈഡ്. എന്താ അതിന് പ്രധാനമായിട്ട് ഷണോവിന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരെന്താണോ മനസ്സിൽ ആശയം ഉണ്ടായിരുന്നത് അതാണ് അവർ കാണുന്നത്. ദേ ആർ വിഷ്വലൈസിങ് ദാറ്റ്. അത് ആ വിഷ്വലൈസ് ചെയ്യുന്നത് തന്നെയാണ് ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. ഒരു ഇന്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞ രീതിക്ക് അവർ എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ അതിന്റെ പ്ലാനിങ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്. ആ പ്ലാനിങ് കറക്റ്റ് ആയിട്ടില്ല എങ്കിൽ അവർ എത്ര നല്ല മെറ്റീരിയൽ ഇട്ടാലും എത്ര നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്താലും അവർക്കത് സാറ്റിസ്ഫൈഡ്. തീർച്ചയായിട്ടും. അവർക്ക് ഓരോ ആളുകൾക്കും ഓരോ ടൈപ്പ് ഉണ്ടാവും. ഇപ്പോൾ ട്രഡീഷണൽ ലെവലിൽ പോകുന്ന ആളുകളുണ്ടാവും, അതെ, കണ്ടംപററി ലെവലിൽ പോകുന്ന ആളുകളുണ്ടാവും, കൊളോണിയൽ ടൈപ്പിലുണ്ട്. അതൊക്കെ നമുക്ക് അവരോട് സംസാരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പ്ലാൻ തയ്യാറാക്കും. ആ ഒരു കറക്റ്റ് നമ്മളെ സ്ട്രാറ്റജി അത് വളരെ വർക്കൗട്ടാണ്. പിന്നെ മാത്രമല്ല അതിൻ്റെ ബെനിഫിറ്റ് കസ്റ്റമർ ഇസ് ഗെറ്റിംഗ് ഹൈലി ബെനിഫിറ്റ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ പറയുന്നത്. ഈ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നേരത്തെ ഞാൻ അതേ സൂചിപ്പിച്ച പോലെ ചൈനയിൽ നിന്ന് മെറ്റീരിയൽസ് വരും. വി വിൽ ഗെറ്റ് n നമ്പർ ഓഫ് മെറ്റീരിയൽസ്. കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ആഫ്റ്റർ സെർട്ടൈൻ പോയിന്റ് ഓഫ് ടൈം, ഇഫ് യു യൂസ് എ ഓൾഡ് or if you use any kind of duplicate material rather than less quality material, കുറച്ച് കഴിഞ്ഞാൽ അത് തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞാൽ പോകും. ആ ഒരു സിറ്റുവേഷൻ അതൊരു ഡിസാസ്റ്റർ സിറ്റുവേഷനാണത്. ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും വലിയ വീടുണ്ടാക്കിയിട്ട് ഇത്രയും നമ്മുടെ മനസ്സിലുള്ള സാധനങ്ങൾ അവിടെ ഡിപ്പിക്റ്റ് ചെയ്തിട്ട് അതൊരു 2 മാസം കഴിയുമ്പോഴേക്കും അതിൻ്റെ സ്വഭാവം കാണിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വിഷമമുള്ള കാര്യമാണ്. അത് കസ്റ്റമർക്ക് അറിയില്ല. ഏതെങ്കിലും ഒരു കാർപ്പൻറ്ററെ ഏൽപ്പിച്ച്
ഒരു പുതിയ മെറ്റീരിയൽ ഇറങ്ങി അതിൻ്റെ ക്വാളിറ്റി എന്താണോ ചിലപ്പോൾ അതിന് 25 വർഷം ഗ്യാരണ്ടി ഉണ്ടാവും. കസ്റ്റമർക്ക് ആ ഗ്യാരണ്ടി കമ്പനി കൊടുക്കുന്നുണ്ടല്ലോ, ആ കമ്പനി തന്നെ ഉണ്ടാവില്ല. എവിടെ ഉണ്ടാവും? അതാണ് അതിൻ്റെ ഒരു നമ്മൾ മനസ്സിലാക്കണം. ആ കമ്പനി നിലവിലുണ്ടാവില്ല. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ട്രാപ്പിംഗ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു എൻഡ് ഓഫ് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേറ്റിൻ്റെ ഇടയിൽ ഒരുപാട് സംതിങ് ഒരുപാട് പറയാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ കസ്റ്റമർ പോയിട്ട് ട്രാപ്പിലാവും. നമ്മുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട് എന്നും നമ്മളുടെ അടുത്തേക്ക് അവർക്ക് വരാം. നമ്മൾ ആ ഒരു സർവീസും ഇപ്പം നമ്മൾ പുതിയ ഇതിൽ ഇപ്പോൾ ഇയർലി ഒരു 2 സർവീസ് നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് കംപ്ലൈൻ്റ് ഉള്ളൂ എല്ലാ കേസിലും. ഇപ്പോൾ എത്ര നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ലൂസ് ആയതായിട്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടാവും. നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ സർവീസ് കൊടുക്കും. ബാക്കിയുള്ള ടൈമുകളിൽ നമ്മൾ സർവീസ് നമ്മൾ ഇയർലി 1 ടൈം നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിൽ നമുക്ക് അവിടെ സർവീസ് കൊടുക്കാം. കേരളത്തിൽ അത്രയും നല്ലൊരു നെറ്റ്വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു വേറൊരു കാർപ്പൻറ്ററെ വിളിച്ചു, ആ കാർപ്പൻറ്ററെ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളടുത്തേക്ക് ഇപ്പോൾ മറ്റേ ഇവിടുന്ന് വന്ന കേസ് ഒരു കിച്ചൺ പൊളിച്ച് ചെയ്യണം, MDF ചെയ്ത് ആകെ നാശമായി എന്ന് പറഞ്ഞിട്ടുള്ള കേസ്. അവർ പണിക്കാരെ വിളിച്ചു, അവർ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലൊക്കെ കസ്റ്റമർ ഭയങ്കര ഡെസ്പാവും. അതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള വിഷയങ്ങളുമായിട്ട് സംസാരിക്കുക. പിന്നെ ഇപ്പം നമ്മൾ ഇപ്പോൾ റിസെൻറ്റ് ചെയ്തൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ WPCയിൽ ബാക്ക് സൈഡ് മൈക്ക് ഒട്ടിക്കണ്ടെന്ന് പറഞ്ഞ കേസ്. WPC മെറ്റീരിയലിൽ അത് വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു രസം. WPC മെറ്റീരിയൽ ഇന്നർ മൈക്ക് വേണ്ട. ഇപ്പോൾ ഇറങ്ങുന്ന ഇപ്പം ഇപ്പോൾ ലോഞ്ച് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഇതിൽ പ്രീമിയം കേസുകൾ അല്ല, അതിൽ മൊത്തത്തിലേ മൈക്ക് വേണ്ട, ഇന്നർ മൈക്കും വേണ്ട, മൈക്കും വേണ്ട. പക്ഷേ നമുക്ക് അവിടെ പാറ്റേൺ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ മൈക്ക് ഒട്ടിക്കുന്നത്. അതാ ഒരു കളർ കോമ്പിനേഷൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലും നമ്മൾ നോക്കിയിട്ടാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും WPC മെറ്റീരിയൽ ബാക്ക് സൈഡ് മൈക്കിടെ ആവശ്യമില്ല, പക്ഷെ ഫ്രണ്ടിൽ ഒട്ടിച്ചത് കൊണ്ട് ബെൻഡാവാൻ സാധ്യതയുണ്ട്. അതാണ് അതിൽ WPC ശ്രദ്ധിക്കണ്ടോന്ന് നമുക്ക് പറയാൻ വയ്യ. WPC ഉപയോഗിക്കുമ്പോൾ മൈക്ക വേണ്ട എന്നുള്ളതാണ് WPC 2 സൈഡും മൈക്ക ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മളതിന് മൈക്ക അപ്ലൈ ചെയ്യുമ്പോൾ 1 സൈഡ് മൈക്ക അപ്ലൈ ചെയ്താൽ ബാക്ക് സൈഡ് എന്താവും, ബെൻഡ് വരും, സാധ്യതയുണ്ട്. നമ്മൾ ആ സാധ്യതയും കൂടി നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ നമുക്കറിയാവുന്ന രീതിയിൽ എല്ലാ മൈന്യൂട്ട് ആയിട്ടുള്ള കേസുകളും ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വർക്കിന് എല്ലാ വർക്കും നമ്മൾ പ്രോഗ്രസ്. പിന്നെ മെറ്റീരിയൽസിൻ്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, മുമ്പൊക്കെ പ്ലൈവുഡ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ, ആ മെറ്റീരിയൽ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ മാതിരി വാർഡ്രോബ്സ് ആണെങ്കിലും അതേമാതിരി തന്നെ കിച്ചൺ ആണെങ്കിലും ഒക്കെ പ്ലൈവുഡ് വെച്ച് ചെയ്യും. അതിന് മുമ്പ് MDF അങ്ങനത്തെ ഉള്ള സംഭവങ്ങളായിരുന്നു. പിന്നെ പ്ലൈവുഡിൽ തന്നെ വെറൈറ്റീസ് ഓഫ് പ്ലൈവുഡ് വന്നു, കുറച്ചും കൂടി സോളിഡ് ആയിട്ടുള്ള മരവുഡ് വന്നു, മൾട്ടിവുഡ് വന്നു. ഇപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ ഗർജൻ പ്ലേ എന്നുണ്ട്. ഗർജൻ ഈ മൾട്ടിവുഡിൽ ഞാൻ ഒരു കാര്യം പറയാം. മൾട്ടിവുഡ് ഫസ്റ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് മൾട്ടിവുഡ് എന്ന് പറഞ്ഞാൽ PVC ബോർഡാണ് സാധനം. പിന്നെ തന്നെ മൾട്ടിവുഡ് എന്ന് പറയാൻ തുടങ്ങി. മൾട്ടിവുഡിന്റെ ഡെൻസിറ്റി പോലും ആളുകൾക്ക് അറിയില്ല. പിന്നീടാണ് ഡെൻസിറ്റിയിലേക്ക് എത്തിയത്. 5 ഡെൻസിറ്റി മുതലുള്ള മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ട് പറഞ്ഞു വീണ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് കേസുകളുണ്ട്. അതിൽ നിന്ന് WPCയിലേക്ക് മാറി. ഇപ്പോൾ WPC എന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടിവുഡിൻ്റെ എല്ലാ ഉപയോഗത്തിനും നമുക്ക് WPC കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇന്നർ മൈക്ക നമ്മളിപ്പോൾ WPC ആകുമ്പോൾ ഇന്നർ മൈക്കയുടെ ആവശ്യം വരുന്നില്ല. WPC കുറച്ചും കൂടി ക്യാപ്ചിങ് കപ്പാസിറ്റി കൂടുതലാണ്. ബെൻഡ് കുറയും. 2 സൈഡും 3 ലെയറാണ് ഇത് വരുന്നത്. 2 സൈഡും മൈക്ക പോലത്തെ പ്രസ്സിങ് അതിൽ വരുമ്പോൾ ഇത് കുറയും, ബെൻഡ് കുറയും. പക്ഷേ WPC ഒട്ടിക്കുമ്പോൾ നമ്മൾ WPC സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, 1 സൈഡ് മൈക്ക കൊടുക്കും നമ്മൾ ഫേസിന്. അതായത് സ്ക്രൂ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അതാ ഞാൻ പറയുന്നത്. അതിപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ മൈക്ക കൊടുക്കും. മൈക്ക ഫ്രണ്ട് സൈഡ് നമ്മളെ ടൈലിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ കൊടുത്ത പാറ്റേൺ അനുസരിച്ചിട്ട് വളരെ ചെറിയ കളറിൽ ഈ മെറ്റീരിയൽസ് വരുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ രീതിക്കുള്ള മൈക്ക നമ്മളതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തിട്ട് ഇന്നർ മൈക്ക് ഒട്ടിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ബെൻഡാവും. WPC കംപ്ലൈൻ്റ് അല്ല. ഒരു സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ മറ്റേ സൈഡ് ഒട്ടിക്കണം, അല്ലെങ്കിൽ അത് ബാലൻസ്ഡ് ആയിട്ട് നിന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ പ്രധാനമായിട്ട് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ.
ഇത്തരം കാര്യങ്ങളിൽ എത്ര ഇൻറ്റീരിയർ കമ്പനീസിന് അതിനെക്കുറിച്ചുള്ള അവെയർനെസ് ഉണ്ട്, എത്ര കാര്യത്തിൽ അത് കസ്റ്റമർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അതൊക്കെയാണ് നമ്മുടെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതായത് ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു ഇന്നർ മൈക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് വളരെ ചെറിയ കോസ്റ്റ് വരുള്ളൂ. അതെ അതെ. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 6 മാസമോ 1 കൊല്ലമോ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ബെൻഡ് വരുള്ളൂ. തീർച്ചയായും. ഡോർ അടച്ചാൽ അടയില്ല, ലോക്ക് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. ഇത്തരം സിസ്റ്റങ്ങൾ അതിൽ ഒരുപാടുണ്ടാവും. അങ്ങനെ വന്നാൽ അത് ഊരി വേറൊരു കാർപ്പൻറ്ററെ വിളിച്ച് ഇത് ഒക്കെ ആകെ നാശകോശം. അതെ 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 അതെ. പിന്നെ ഡബിൾ ദ വർക്ക്, നമ്മളെ വർക്ക് ചെയ്തിട്ടുണ്ടാവും, ആ വർക്ക് ചെയ്തതിൻ്റെ മുകളിൽ ലേബർ ഓൾറെഡി പെയ്ഡ് ആണ്, പിന്നെ അതിൻ്റെ മുകളിൽ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് വി ആർ അഗെയിൻ പേയിങ് സം എക്സ് എമൗണ്ട് ഓഫ് ലേബർ ആൻഡ് ദ ഇൻകൺവീനിയൻസ് ടു ദ ഹോം ബിക്കോസ് ഇറ്റ്സ് വീണ്ടും കാർപ്പൻറ്റേഴ്സ് വരുന്നു, കട്ടിങ് വരുന്നു, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട്. സോ ദ ക്വാളിറ്റി മാറ്റേഴ്സ് എ ലോട്ട്. സോ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം എല്ലാം ക്വാളിറ്റി ആയിട്ടുള്ള സാധനം, എല്ലാം ഒരു പ്രൊഡക്റ്റിൻ്റെ മാത്രം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് WBC നമ്മളതിൽ ഉപയോഗിച്ച മെറ്റീരിയൽസിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടല്ല ഈ സാധനം ബെൻഡാവുന്നത്. നമ്മളെ അവയർനെസ് ആണ് അതിൽ. അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റീൽ SS എന്ന് പറയുന്നു, എത്ര ആൾക്കാർക്ക് പെർഫെക്റ്റ് SS യൂസ് ചെയ്യും. 304 ഗ്രേഡ് ഉണ്ട്, 202 ഗ്രേഡ് ഉണ്ട്. അതിലേക്കൊക്കെ മുകളിൽ ഇപ്പം നമ്മൾ ഒരു കൊമേഴ്ഷ്യലി അല്ലെങ്കിൽ റെസിഡൻഷ്യലി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 304ഉം 202ഉം മതി, വീടുകളുടെയും ബിൽഡിങ്ങിൻ്റെയും ഒക്കെ കാര്യത്തിൽ. പിന്നെ ഗ്രേഡ് കൂടിയ മെറ്റീരിയലും ഉണ്ട്. അപ്പോൾ ഈ കോസ്റ്റൽ ഏരിയകൾ, ഇപ്പം നമ്മുടെ ഈ ഒരു പൊന്നാനി ഏരിയ അല്ലെങ്കിൽ ഈ തീരദേശ മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ, ആ തീരദേശ മേഖലകളിൽ ഇപ്പോൾ ജനലിനൊക്കെ കൊണ്ടുപോകുന്ന ജനലിനൊക്കെ പൈപ്പ് ഇടും, സ്റ്റീലിൻ്റെ പൈപ്പാണ് കൂടുതൽ ഉപയോഗിക്കുക. അത് 100% 304 അല്ലാത്ത സാധനം കൊണ്ടായ കംപ്ലൈൻറ്റ് വരും. അതെ, അതും നല്ല ബ്രാൻഡിൻ്റെ സാധനം യൂസ് ചെയ്യണം. ശരിക്കും മാഗ്നറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറയില്ല. മാഗ്നറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും ഒരു പരിധി വരെ ഗ്രേഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ആസിഡ് ടെസ്റ്റ് നടത്തണം. അതൊന്നും നോക്കിയിട്ടൊന്നും ഒരു കസ്റ്റമർ ആ മെറ്റീരിയൽ വാങ്ങില്ല. പക്ഷേ അത് 304 യൂസ് ചെയ്തില്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് കാലക്രമേണ അത് തുരുമ്പ് വരാനും കാലക്രമേണ എന്തായാലും തുരുമ്പ് വരും. അടച്ചിട്ട വീടുകളാണ് ഇപ്പോൾ ഒരു ഗൾഫ് NRIs ഒക്കെ ആണെങ്കിൽ അവർ വീട് ക്ലോസ് ചെയ്തിട്ട് പോകും. ഉപയോഗം ഇല്ലാതെ ആയി കഴിഞ്ഞാൽ വീണ്ടും അത് പ്രോബ്ലംസ് കാണിക്കും. നമ്മുടെ ഇൻറ്റീരിയർ സെഗ്മെൻറ്റിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഇഷ്ടങ്ങൾ, അവരെന്തൊക്കെയാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യണത്, അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് അത് അവർക്ക് അക്കംപ്ലിഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഇൻറ്റീരിയർ സെഗ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതാണ് നമ്മളിൽ കുറേ ഓപ്ഷൻസും കുറേ കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഈ വക കാര്യങ്ങളിലൊക്കെ കസ്റ്റമർക്ക് എന്താണ് ഇൻട്രസ്റ്റ്, കസ്റ്റമറുടെ ഇഷ്ടങ്ങൾ എന്താണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊരു ഡിസൈൻ ചെയ്ത് കൊടുത്ത് ആ ഒരു ആക്സെപ്റ്റൻസ് വാങ്ങിച്ചിട്ട് അത് വർക്ക് ചെയ്ത് അവരത് കാണുകയാണ്. ഓക്കെ, എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതാണ് ഡിപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് കാണുക എന്ന് പറയുമ്പോഴാണ് അതിലൊരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. സെഗ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം നമ്മൾ അന്ന് സംസാരിച്ച പോലെ തന്നെ കസ്റ്റമറുടെ മനസ്സിലുള്ളത് എന്താണോ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്ത് അത് റിയലിസ്റ്റിക് വ്യൂവിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഘടകം. അത് എത്രമാത്രം സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ കണ്ട ഏറ്റവും വലിയൊരു ഷണ്ണൂരിന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രധാന ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ട്. കോൺട്രാക്ടേഴ്സായിട്ടാണെങ്കിലും അവരുടെ ബിൽഡേഴ്സിനായിട്ടാണെങ്കിലും ഈ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനൊക്കെ ഒരു എക്സ് നമ്പർ ഓഫ് പാറ്റേൺ ദാറ്റ് ദേ ഫോളോ. ഈ എക്സ് നമ്പർ ഓഫ് പാറ്റേൺ അവർ ഫോളോ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുറച്ച് ഡിസൈൻസ് ഉണ്ട്. ആ ഡിസൈൻസ് കസ്റ്റമറുടെ അടുത്ത് കൊടുക്കും. എന്നിട്ട് കസ്റ്റമറോട് പറയും ഇതിൽ നിങ്ങൾ ഏതാ ഉള്ളത് വെച്ചാൽ ചൂസ് ചെയ്യുമെന്ന് പറയും. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ എന്താ ചെയ്തത്, കസ്റ്റമറെ അപ്രോച്ച് ചെയ്തു. അവരുടെ മനസ്സിലുള്ളായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരൊരു ലിവിങ് റൂം എങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യണത്, അവരൊരു ബെഡ്റൂം എങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യണത്, ഒരു കയറി വരുമ്പോഴുള്ള അവരുടെ കോർട്ട് യാർഡ്സ്, അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് അത് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ we can actually make out that happiness in their mind. Okay, this is what I was just dreaming. ആ ഡ്രീം ചെയ്തതാണ് ആക്ച്വലി ഇവിടെ റിയാലിറ്റി ആയിട്ട് വരുന്നത്. സ്വപ്നം എന്താണോ അതാണ് നമ്മൾ അതിലാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വിജയിച്ച രണ്ട് ഘടകങ്ങൾ. ഇപ്പോൾ റീസെൻറ്റ് പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അവരോട് ഡിസ്കസ് ചെയ്ത് നമ്മുടെ ശരിക്കും നമ്മളെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രൊജക്റ്റിൽ 3 മാസത്തോളം എടുത്തു നമ്മൾ ആ ഒരു എക്സാക്ട്ലി.
അപ്പോൾ പക്ഷെ അതിൻ്റെ എഫക്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് ആ എഫക്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് അവരെ അത്രയ്ക്കധികം സാറ്റിസ്ഫൈഡ് ആണ് അവർ. സ്മൈലി ഫേസസ് എന്ന് പറയില്ലേ നമ്മൾ സാധാരണ. അപ്പോൾ ആ സ്മൈലി ഫേസസ് ആണ് നമ്മുടെ റിട്ടേൺ. അതെ, കറക്റ്റ്. അതൊന്ന് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു പഴയ കസ്റ്റമർ ആയിരുന്നു വേറൊരു സെഗ്മെൻറ്റിൽ. അപ്പോൾ അവരെ കാണാനിടയായിട്ട് അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഞങ്ങളുടെ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്, ഫ്ലോറിങ് വർക്ക് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് വീട്, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഈ വീടില്ല, എനിക്ക് ഇൻറ്റീരിയർ ചെയ്യണം, ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യണം. അപ്പോൾ ഇൻറ്റീരിയറും ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് ഒരു വീടിൻ്റെ ഇതിൻ്റെ വേണ്ടി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റും, പക്ഷേ ഞങ്ങൾ ഐഡിയാസൊക്കെ ഉണ്ട്, ഈ ഐഡിയാസ് എങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തരും, ആരെടുത്താണ് പറയേണ്ടത്. അപ്പോൾ എന്നോട് ചോദിച്ചു സാറ് വരും ഒരു ദിവസം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വീട് സ്വപ്നമാണ്, ഒരു വീട് എന്ന് പറഞ്ഞൊരു സ്വപ്നമാണ്, എന്തൊക്കെ കാര്യങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വരൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, സന്ധ്യ ഉണ്ടായിരുന്നു, നമ്മുടെ പാർട്ട്ണറും കൂടി, സന്ധ്യയും കൂടി ഞങ്ങൾ അവിടെ പോയിരുന്നു. സംസാരിക്കുമ്പോൾ അവർ ചോദിച്ചു ഇന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വീടിന് വേണ്ടത്. എൻ്റെ വീടിന് വേണ്ടത് സോഫ, കോർണർ സോഫ ഇങ്ങനെ വേണം, എൻ്റെ വീടിൻ്റെ സീലിംഗ് വിനിയറിൽ ചെയ്യണം, എൻ്റെ ബെഡ്റൂമിൻ്റെ സ്പേസ് ഇങ്ങനെയായിരിക്കണം, എൻ്റെ ഡ്രസ്സിങ് ടേബിൾ ഇങ്ങനെയായിരിക്കണം. സോ അവർ ഓവർ എ പീരീഡ് ഓഫ് ടൈം അവർ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടുവന്ന് അതിൽ നിന്നൊക്കെ ചൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം മനസ്സിലാക്കിയിട്ടുള്ള. അപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇന്നാൾ ഒരു സ്ഥലത്ത് കണ്ണൂർ പോയപ്പോൾ ഒരു വീട്ടിൽ കണ്ടു, ആ വീട്ടിൽ ബേ വിൻഡോ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് അവിടുത്തെ ബേ വിൻഡോ പോലെ ആവണം, പക്ഷേ എനിക്ക് കിച്ചൺ ഇവിടുത്തെ ആവരുത്, കിച്ചൺ ഞാൻ കാലിക്കറ്റിൽ കണ്ട എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ കിച്ചൺ ആയിരിക്കണം, ബെഡ്റൂം ഇതൊന്നും അല്ല ഞാൻ തലശ്ശേരിയിലുള്ള ഒരു വീട്ടിലെ ബെഡ്റൂം. അപ്പോൾ പലതിൽ നിന്നും കണ്ട ഒരു കോമ്പിനേഷനാണ് അവർക്ക് വേണ്ടത്. ഇതിന് വേറൊരു രസം, വളരെ തമാശകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അത് അവരിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ശരി നിങ്ങൾ ഡിസ്കസ് ചെയ്യും, ഈ കാര്യങ്ങൾ മുഴുവൻ ആർക്കിടെക്റ്റിനായിട്ട് ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഡിസൈനറായിട്ട് ഡിസ്കസ് ചെയ്യും. അവർ ഡിസ്കസ് ചെയ്തു, നമ്മുടെ ഡിസൈൻ വളരെ ടാലൻറ്റഡ് ആയിട്ട് അത് മുഴുവൻ ക്യാപ്ചർ ചെയ്തിട്ടൊരു ഡിസൈൻ ഉണ്ടാക്കി. ഡിസൈൻ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായി. അവർ പറഞ്ഞു ഇങ്ങനെ ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇതാണ് ഞങ്ങൾ ഫൈനൽ ഔട്ട്കം ഇങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ വരുന്ന സെക്കൻഡ് ഫേസിലാണ് കോസ്റ്റിൻ്റെ കാര്യം. എന്നിട്ട് ഷനോജിൻ്റെ അടുത്ത് ഞാൻ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഈ കോസ്റ്റിൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഈ ഡിസൈൻ എങ്ങനെ ചെയ്യാം, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ. സോ ഇത് കസ്റ്റമർക്ക് വേണം, ക്വാളിറ്റി വേണം. ഞാൻ നല്ല ആ ടോപ്പിക് ഓർമ്മയില്ലേ, അത് വളരെ രസകരമായിട്ടാണ് അത് സംഭവം. അതിന് നമ്മളന്ന് കൊടുത്തു, അത് കോസ്റ്റും കൊടുത്തു, അതിൽ അത് ചെയ്തു, ഫിനിഷ് ചെയ്തു. പക്ഷെ ആ കേസിൽ നമുക്ക് എൻ്റെ ഒരു ഇതിലേക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, അത് അവർ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഇൻറ്റീരിയറിൻ്റെ പ്ലാൻ കൂടി എനിക്ക് മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത്, ഒരു വീടിൻ്റെ പ്ലാൻ ഒരു ആർക്കിടെക്റ്റിനെ എഞ്ചിനീയറെ വെച്ചിട്ട് ഇവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻറ്റീരിയറിൻ്റെ ഡിസൈനും ഇവർ ഒരു ഐഡിയ എങ്കിലും ഉണ്ടാവും. പ്ലാനോ 3D ഉണ്ടാക്കണം എന്നൊന്നുമല്ല, ഒരു ഐഡിയ ആർക്ക് വർക്ക് കൊടുക്കണോ എന്നുള്ള ഒരു ഇൻറ്റീരിയർ ടീമിനെയും കൂടി ആയിട്ട് ഒരു ഡിസ്കഷൻ നടത്തണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് എനിക്ക്. പറഞ്ഞ പോലെ കോൺസെപ്റ്റ് ബേസ്ഡ് ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അത് നമ്മൾ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയത് അതുകൊണ്ടാണ്. അതാണ് നമ്മുടെ ആ ഇതിൽ ഡിഫറൻസ് വരുന്നത്. അവരെ കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അവരും നമ്മളും തമ്മിൽ, അതായത് ആർക്കിടെക്റ്റും അവർ ആരെന്നെയാണോ വർക്ക് ഏൽപ്പിച്ചിട്ടുള്ളത് അവരും നമ്മളും തമ്മിൽ, അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ നമ്മളല്ല വേറൊരു ഇൻറ്റീരിയർ ടീമാണെങ്കിൽ അവരേനായിട്ടാണെങ്കിൽ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം എല്ലാ വർക്കും കഴിഞ്ഞ് ഫ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാവും ഒരു ഇൻറ്റീരിയറിലേക്ക് കടന്ന സമയത്താവും അവർക്ക് ഒരു TV യൂണിറ്റിൻ്റെ സ്പേസിൻ്റെ അവിടുത്തെ പ്രശ്നങ്ങൾ, കിച്ചണിൽ മറ്റേ ചിമ്മിണി വെച്ചാൽ പോകുന്ന ഭാഗങ്ങൾ. ഞാനൊരു ചെറിയ എക്സാമ്പിളാണ് പറഞ്ഞുള്ളൂ. ഇതുപോലെ ഇവിടെ ഒരു ബേ വിൻഡോ ഉണ്ടെങ്കിൽ നന്നായിരുന്നു, ഈ ബാൽക്കണിയിലേക്ക് കിടക്കുന്ന സ്പേസ്, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. കട്ടിങ്ങും പൊളിക്കലും, അല്ലെങ്കിൽ ഒരുപാട് റീവർക്ക് 100% സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ അതിലൊതുങ്ങും, ഇത്ര മതി, ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ രക്ഷയില്ല. അതിന് വേണ്ടിയിട്ട് അവരത് അവിടെ ഒതുക്കും. അത് അതേസമയം ആദ്യം നമ്മൾ ഈ ആർക്കിടെക്റ്റിനെ എഞ്ചിനീയറായിട്ട് പ്ലാൻ ചെയ്ത് പ്ലാനൊക്കെ അവർക്ക് കിട്ടി, അവർ 3D ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ ആ 3Dയും ഈ ഒരു ഇൻറ്റീരിയർ ടീമിനെയും കൂടി വെച്ച് ഇൻറ്റീരിയറും കൂടി അതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസ്റ്റ് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ചിന്തിച്ച പോലെ ഒന്നുമല്ല, നമുക്ക് കോസ്റ്റ് കുറയ്ക്കുന്ന രീതി ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കോസ്റ്റ് കൂടുന്നില്ല. അതെ,
ചെറിയ മാക്സിമം ഒരു 1 CR വീട് ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും അതായത് ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയലും ഒരു മിഡിൽ ക്വാളിറ്റി മെറ്റീരിയലും തമ്മിൽ നോക്കിയാൽ മാക്സിമം ഒരു 5-10 ലക്ഷം രൂപയുടെ ഡിഫറൻസ്, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വരില്ല. പക്ഷെ ഉപയോഗിക്കുന്ന രീതികളിലാണ്. ഏത് സാധനം എവിടെ കൊടുക്കണം, ഒരു സാധനം കൊണ്ട് പൈപ്പ് ലൈൻ പ്ലാനിങ്സ് അങ്ങനെ കൊണ്ടുവരാം, വയറിങ് അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം. സോ വയറിങ്ങിനൊന്നും പ്ലാൻ പോലും ഇല്ലാത്ത ഒരുപാട് വീടുകൾ. തീർച്ചയായിട്ടും വയറിങ്ങിൻ്റെ ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിക് അല്ല അത്. ഇപ്പോൾ ഒന്ന് നമ്മൾ ഇത് ചെയ്തു, വയറിങ്ങിൻ്റെ ചെയ്തുകൊണ്ടേയിരിക്കും. വയറിങ്ങിന് ഒരു പ്ലാൻ ഉണ്ടാവില്ല. അതിൻ്റെ അടുത്തൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെയ്ത ആളെ തന്നെ വിളിക്കേണ്ടി വരും. അയാൾ അവൈലബിലിറ്റി അല്ലെങ്കിൽ എന്ത് ചെയ്യും, എവിടേക്കാണത് പോയി, എവിടെയാണ് ഇതിൻ്റെ കണക്ഷൻ, ഇതിൻ്റെ എവിടെ, അതൊന്നും അറിയാത്ത കറക്റ്റ് പ്ലാനഡ് ആവണം. അതെ, ആ പ്ലാനിങ്ങിലൂടെ നമ്മുടെ വർക്ക് ഇതുമായി തന്ന എനിക്ക് തോന്നുന്നു ഒരുപാട് കോസ്റ്റ് അതിൽ കുറയ്ക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ പ്ലംബിങ്ങും തീർച്ചയായിട്ടും എല്ലാം അതേ രീതിയിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പൈപ്പ് ലൈൻ കൂടെ ഒക്കെ എല്ലാറ്റിനും റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇന്റീരിയർ ഫൈനൽ വർക്ക് ആണെങ്കിൽ പോലും ആദ്യം ഡിസൈൻ ചെയ്യുമ്പോൾ ഇന്റീരിയറും കൂടി ഡിസൈൻ, നമ്മുടെ കോൺസെപ്റ്റ് ആദ്യം ക്ലിയർ ആയിരിക്കണം, എന്നാൽ കോസ്റ്റ് പകുതിയിലേറെ കുറയ്ക്കാൻ. അതാണ് അതിൻ്റെ ഏറ്റവും ചെറിയ എക്സാമ്പിൾ. ഇപ്പോൾ നമ്മൾ ഡ്രീം നെസ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനീനെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈ ഒരു സംരംഭത്തിൽ ഡ്രീം നെസ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സംരംഭത്തിൽ വന്നു കഴിഞ്ഞാൽ വിനോ യു ആർ എ ഗുഡ് ആർട്ടിസ്റ്റ്, യു ആർ എ ഗുഡ് മ്യൂറൽ ആർട്ടിസ്റ്റ്. നമ്മളൊക്കെ കസ്റ്റമർ ഇൻ്റർഫേസിൽ I have been working with customers for very closely for almost 12 years. And Shanoj, this is the third partner, director rather. He has been with the material industry for quite a long. So and he has very good knowledge about what material to use, how the material to be sourced, all those things. അപ്പോൾ അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൊളാബറേഷനാണ്, അതിൻ്റെ ഒരു ഔട്ട്കമാണ് ഡ്രീം നെസ്റ്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിൽ പ്രധാനമായിട്ട് വന്നിരുന്നത് ഇപ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മൾ 2024 ജൂലൈയിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാംഗ്ലൂർ ഒരുവിധം എക്സ്റ്റെൻഡഡ് ദ വിങ്സ്. പിന്നെ അവിടുന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ എല്ലാവരും പറയുന്നൊരു കാര്യം, ഇവിടെ ആൾക്കാർ വരുന്നു, ഒരു 2-3 പാറ്റേൺ ഓഫ് ഡിസൈൻ കൊടുക്കണു, ആ ഡിസൈൻ സെലക്ട് ചെയ്യണു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണു, പോണു. സോ അത് ലാസ്റ്റ് സ്റ്റേജിൽ. അപ്പോൾ അത് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ചിട്ട് ഒരു കോൺഷ്യസ്നെസ്, ഒരു ഇതില്ല, ഒരു പ്ലാനിങ് ഇല്ല. പിന്നെ അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് ഒരു എൻജിനീയർ കുറേ പാറ്റേൺസ് കൊടുക്കും, ആ പാറ്റേണിലൊന്ന് സെലക്ട് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പോവുക. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അവർ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും വർക്കേഴ്സ് ഒരു ദിവസം വരും, പിന്നത്തെ ദിവസം വരില്ല, പിന്നെ മെറ്റീരിയൽ കിട്ടാനില്ല, കിട്ടിയ മെറ്റീരിയൽ സെലക്ട് ചെയ്ത മെറ്റീരിയൽ അവൈലബിൾ അല്ല. ഇങ്ങനെ ഹൺഡ്രഡ്സ് ഓഫ് കൺസേൺസ്. ആൻഡ് ഫൈനലി ഇറ്റ്സ് എൻഡിങ് അപ്പ്, ദ കസ്റ്റമർ ഇസ് എൻഡഡ് അപ്പ് വിത്ത് ദ very wrong perception. So sorry, I don't want to do anything more, I am fed up. So നമ്മൾ വന്നപ്പോൾ, നമ്മൾ ലോഞ്ച് ചെയ്തപ്പോഴും കസ്റ്റമറെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാരണം, we offer a professional way of handling things. Point number 1, the way how you understand the customer. എന്തൊക്കെയാണ് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു, അതിനെ വിഷ്വലൈസേഷൻ ആക്കി, അത് കസ്റ്റമർക്ക് ഓഫർ ചെയ്തു, അത് കസ്റ്റമർ ആക്സെപ്റ്റ് ചെയ്തു, എന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ പ്രീവിയസ് ഒരു ഇൻട്രാക്ഷൻസിൽ പറഞ്ഞ പോലെ ഇൻറ്റീരിയർ ഡിസൈനിങ് ഇസ് പ്ലാൻഡ് ക്വൈറ്റ് എ ലോങ് ബാക്ക്. അറ്റ് ദ ടൈം യുവർ മൈൻഡ്, ഒരു ഹോം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. So though the interior designing is the last phase of your house construction, but this is the first thing it should be in your mind after the house construction, how my house has to look, how my home has to look. So that is where the success comes there. So initial phase തന്നെ എന്തായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ. അപ്പോൾ അത് ആദ്യം അത് മനസ്സിലുണ്ടാവണം, എന്താണ് നമ്മുടെ വീട് എങ്ങനെയായിരിക്കണം, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ബോധം ഫസ്റ്റ് ഉണ്ടാവും. അത് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയത്. ഇപ്പോൾ സംടൈംസ് എൻ്റെ കസ്റ്റമേഴ്സ് ചോദിക്കും, നിങ്ങൾക്ക് ബിൽഡേഴ്സിലേക്ക് കൂടി ഇറങ്ങിക്കൂടെ, നിങ്ങൾക്ക് വീട് വരെ ചെയ്തതെന്നോട് ചോദിക്കും. ആൻഡ് ഫോർച്യുനേറ്റ്ലി വി ഓൾസോ സ്റ്റാർട്ടഡ് ഇൻ ടു ദ ബിൽഡിംഗ് സെക്ടർ. സോ നമ്മൾ ഓൾറെഡി ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. കൺസ്ട്രക്ഷൻ ഓൾസോ ഇറ്റ്സ് വൺ ഓഫ് അവർ ഏരിയ നൗ. സോ നമ്മളുടെ ഒരു കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിങ്ങും അവർക്ക് വേണ്ട രീതിയിൽ ക്വാളിറ്റേറ്റീവായി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ചിലപ്പോൾ സന്ധ്യ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോൾ കസ്റ്റമറുടെ മനസ്സിലുള്ള കാര്യങ്ങൾ
എങ്ങനെയാണത് മനസ്സിലാക്കിയിട്ട് അത് പേപ്പറിലാക്കി കൊടുക്കുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. അതെന്തൊക്കെയാണ് കൂടുതലായിട്ട് അതിൽ ചിന്തിക്കാറുള്ള കാര്യങ്ങൾ? വെൻ യു ആർ ഇൻട്രാക്ടിങ് വിത്ത് എ കസ്റ്റമർ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ നീഡ് ഇറ്റ്, വാട്ട് ദേ വാണ്ട് ഇറ്റ്, ഹൗ ഡു യു ഡു ഇറ്റ്? ട്രൂ. ഇപ്പോൾ ഹരി പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും നമ്മൾ കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ കസ്റ്റമറുടെ ഒരു ആഗ്രഹമാണ് നമുക്കൊരു സ്വപ്ന വീട് ഉണ്ടാക്കണം. അതിൽ പല ഡിസൈൻസും ഉണ്ടാവും. ഇപ്പോൾ ഹരിയും ഷനോജും നേരത്തെ സംസാരിച്ച പോലെ ചിലപ്പോൾ അവർ തലശ്ശേരി കണ്ട ഒരു ഡിസൈൻ ആയിരിക്കും അവർക്ക് കിച്ചണിന് വേണ്ടി വരിക, പക്ഷേ അതേസമയം വേറെ വല്ല സ്ഥലത്തും കണ്ട പോലത്തെ ബേ വിൻഡോ ആയിരിക്കും വേണ്ടി വരിക. ഇതൊക്കെ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ കോൺസെപ്റ്റ് ബേസ്ഡ് ഡിസൈൻ എന്ന് പറയുമ്പോഴും അവർക്ക് അതൊരു ഡിപ്പിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മളോട് പറയാൻ പലപ്പോഴും പറ്റാറില്ല. അപ്പോൾ കസ്റ്റമേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യണത് നിങ്ങൾ നമുക്ക് ഡിസൈൻസ് തരൂ, അത് നോക്കിയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത് തരാം എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വീട് അല്ലെങ്കിൽ ഒരു നമ്മുടെ വീട് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹോം, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഹൗസ്. അത് ജസ്റ്റ് കുറേ പെയിൻറ്റോ ഫർണിച്ചറോ എന്നുള്ളതല്ല, അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. അത് ഇറ്റ് ഷുഡ് സ്പീക്ക് ഫോർ ഇറ്റ് സെൽഫ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഫീലിംഗ് എന്ന് മനസ്സിലാവും. ഈസ് ഇറ്റ് എ വോം ഫീലിംഗ്? നമുക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാംനെസ് ആണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചുള്ള കളർ ടോൺസും വൈബ്രേഷനാണ് അത് ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഫർണിച്ചേഴ്സും കളർ ടോൺസും ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. അതേസമയം എനർജൈസ്ഡ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എനർജൈസ്ഡ് ആയിട്ടുള്ള കളേഴ്സാണ് നമ്മളവിടെ പ്രിഫർ ചെയ്യുക. ഡിപെൻഡ്സ് ഓൺ ദ കസ്റ്റമർ ടേസ്റ്റ്. എക്സാക്ട്ലി. സോ വാട്ട് ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് ഇസ്, നമുക്കൊരു വീട് ഉണ്ടാക്കണം, വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സോട് ഞാൻ ആദ്യം പറയുന്ന ഒരു റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ശാന്തമായിട്ട് നിങ്ങളൊന്ന് കണ്ണടച്ച് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് എനർജിയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഇമോഷൻ, ഐ വുഡ് റദർ സേ ഇമോഷനാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടത്. ഡു യു വോണ്ട് ടു ഫീൽ കാം ആൻഡ് റിലാക്സ്ഡ്, ഓർ ഡു യു വോണ്ട് ടു ഫീൽ മോർ മോട്ടിവേറ്റഡ് ആൻഡ് എനർജൈസ്ഡ്? സോ അക്കോർഡിംഗ് ടു ദാറ്റ് ഇസ് വാട്ട് ഒരു ഡിസൈനറിന് അതിനനുസരിച്ചിട്ടാണ് അത് കൂടുതലും നിങ്ങൾക്ക് കംഫർട്ട് തോന്നുന്ന രീതിയിൽ നമുക്ക് കൂടുതലും ഡിസൈൻ ചെയ്തിട്ട് സജസ്റ്റ് ചെയ്യാനും പറ്റും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ കീ കോൺസെപ്റ്റ്സ് ദാറ്റ് വി ഓൾസോ ഫോളോ. ആൻഡ് ഒരുപാട് ഫർണിച്ചർ നമ്മൾ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഇൻറ്റീരിയർ ഡിസൈനിലുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ചെയ്തിട്ട് കോൺസെപ്റ്റ് ബേസ്ഡ് പറയുമ്പോൾ പല സാധനങ്ങളും നമ്മൾ വീട്ടിലേക്ക് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുന്നത്, ഓവർ എ പീരിയഡ് ഓഫ് ടൈം യു വിൽ ഫീൽ ഇറ്റ് മോർ കൺജസ്റ്റഡ് ആൻഡ് അതൊരു വല്ലാണ്ട് കോംപ്ലെക്സ് ആയ ഒരു ഇതാവും. പിന്നെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് ഇതിൽ, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം. എന്നോട് വന്നിട്ട് പറയാറുണ്ട്, ഇപ്പോൾ സാർ ഇപ്പം ഇൻറ്റീരിയറൊക്കെ ചെയ്തു, നമ്മളിപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞു, ഞങ്ങൾക്കത് ബോറായി, ഞങ്ങൾ വീണ്ടും ഇത്രയും പൈസ വീണ്ടും ഇറക്കണ്ടേ ചോദിക്കും. അപ്പോൾ അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളിപ്പോൾ ഇൻറ്റീരിയർ ചെയ്തു, അത് മാറ്റുമ്പോൾ നിങ്ങൾ പൈസ ഇറക്കും, അപ്പോൾ നിങ്ങൾ വീട് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ വീട് നിങ്ങൾ ഉണ്ടാക്കി 2 വർഷം കഴിഞ്ഞു, ഈ വീടൊന്നും ശരിയല്ല, എനിക്ക് വീണ്ടും വീട് പണി ചെയ്യണമെന്ന് തോന്നുമോ സാർ? അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വല്ല അഭിപ്രായങ്ങളും വരാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളത്, നിങ്ങളുടെ ബേസ് ആയിട്ടുള്ളൊരു ഇഷ്ടങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ബേസ് ടേസ്റ്റ് എന്ന് പറയും. ഇറ്റ്സ് ബേസിക്കലി വെൻ യു ബോൺ, when you have certain kind of ഇഷ്ടങ്ങൾ, certain kind of എന്താ പറയുക പാഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, certain kind of ഇമോഷൻസ്, ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച് എനി ടൈം. അപ്പം നിങ്ങളിപ്പോൾ സന്ധ്യ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളുടെ ഇമോഷൻ, വാട്ട് യു വോണ്ട് ടു ഫീൽ ദ മൊമെൻറ്റ് യു ഗെറ്റ് ഇൻ ടു ദ ഹൗസ്, ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. സോ ഇഫ് യു ലവ് കാം ആൻഡ് പീസ്ഫുൾ nature, so that's forever till your last breath you will be following that kind of it. So it's not going to change. You always wants to change only when you are accommodating some other interest, not yours. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു വീട് ഇൻറ്റീരിയർ ചെയ്തത് കംപ്ലീറ്റ്ലി എനർജൈസ്ഡ് ആയിട്ട് കംപ്ലീറ്റ്ലി സ്പോട്ടി കളറായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, after 2 years his base character is calm and quiet, but he is seeing every time this is so energized, he is not able to accommodate with that. So True. He always will look for a change. Oh, I want to change. So at the time of interior designing, you need to find out what's your nature, what's you want to, maybe or if you have a family members, wife, kuttiyola, you come with a common understanding, then you design your home. It is forever. You don't have to change frequently.
സോ ദിസ് ഇസ് വാട്ട് ഐ ഹാവ് നോട്ടീസ്ഡ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വീക്കായിട്ട് വെൻ ഐ എം ഇൻട്രാക്ടിങ് വിത്ത് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് കസ്റ്റമേഴ്സ്, I always face such kind of things.